നമ്മൾ ആദ്യമായി തക്കാളി തൊക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തക്കാളി നല്ലപോലെ വെള്ളത്തിൽ കഴുകിയെടുക്കണം. കഴുകി ഓരോ തക്കാളിയായി കഴുകി വെച്ചതിന് ശേഷം ഈ തക്കാളി നല്ല തുണിയെടുത്ത് തുടച്ചു കൊടുക്കണം. അതിലെ വെള്ളമെല്ലാം വറ്റാൻ വേണ്ടിയിട്ടാണിത്. തക്കാളി എല്ലാം തുടച്ചു കൊടുക്കുമ്പോൾ അതിലത്തെ വെള്ളമെല്ലാം വറ്റിപ്പോകും. അങ്ങനെ വറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ആ തക്കാളി പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം ഇത് ഓരോന്നായിട്ട് കഴുകി തുടച്ച് അത് അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് എടുക്കണം. അങ്ങനെ ചെറുതായി ഇഷ്ടമുള്ള വലിപ്പത്തിൽ അരിയാം. അത് നമുക്കിഷ്ടമുള്ള പോലെ അരിഞ്ഞതിന് ശേഷം അത് മാറ്റി വയ്ക്കുക ഒരു പാത്രത്തിലേക്ക്. അതിനുശേഷം ഈ തക്കാളി അരിഞ്ഞതും ഒരു കുടം വെളുത്തുള്ളി എടുക്കുക, ഒരു ഫുള്ള് വെളുത്തുള്ളി എടുക്കുക. ആ വെളുത്തുള്ളി എടുത്ത് അരിഞ്ഞ് വയ്ക്കുക. അതിനുശേഷം പുളി എടുക്കുക. പുളി നല്ലപോലെ നാരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ച പുളിയാണത്. ഈ പുളി എടുത്തതിന് ശേഷം ഈ പുളിയും തക്കാളിയും എല്ലാം കൂടി ഒരുമിച്ച്, ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി മതി. അതിനുശേഷം ഈ പുളി ആദ്യം പാത്രം ചൂടായതിന് ശേഷം പാത്രം അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് പാത്രം ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചൂടായതിന് ശേഷം ചൂടായതിന് ശേഷം ഒരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ അതിലൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി എല്ലാം ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്നും ചെയ്യാനില്ല, ഈ തക്കാളി ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളി ഉണ്ടല്ലോ, ആ പുളി ഈ തക്കാളിയിലേക്ക് ചേർക്കണം. പുളിയും കൂടി നല്ലപോലെ വെന്ത് വരണം. അപ്പോൾ അതിന് വേണ്ടി തക്കാളിയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ പിന്നീട് ചേർക്കുന്നതാണ്. ഇപ്പോൾ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ഒന്ന് വേവിക്കാൻ വയ്ക്കുക. അടച്ച് വെച്ചത് വേവിക്കുക. അങ്ങനെ ആ വെള്ളത്തിൽ പാത്രം അടച്ചു വെച്ചതിനനുസരിച്ച് അത് വെന്ത് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഉപ്പൊക്കെ നോക്കി അത് നല്ലപോലെ ഉടഞ്ഞൊരു പരുവത്തിലായിട്ട് വരുമ്പോൾ അത് ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കണം നമുക്ക്. അപ്പോൾ ആദ്യം അത് വേവട്ടെ, അടുപ്പത്തിരുന്ന് വേവുകയാണ്. നല്ലോണം വെന്തോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കുക. ഇളക്കിയതിന് ശേഷം നമ്മുടെ ഇളക്കുന്ന കുഴുതലെടുത്തിട്ട് ആ കുഴുതൽ കൊണ്ട് അത് നല്ലോണം അമർത്തി കൊടുത്ത് അത് ഫുള്ളായിട്ട് ഉടഞ്ഞതിൽ ചേരണം, വെള്ളത്തിലോട്ട് ചേരണം. ആ പുളിയും തക്കാളിയും കൂടി നല്ലപോലെ ഉടഞ്ഞ് നല്ല പശ പോലെ ആവണം. അത് വെള്ളം പോലെ ആവും. ഒരു കറിയുടെ രൂപത്തിൽ ഇങ്ങനെ കൊഴുതായിട്ടുള്ള രൂപത്തിൽ ഇരിക്കും. അതിനുശേഷം അത് തീ ഓഫ് ചെയ്തിട്ട് അത് ചൂടാറാനായിട്ട് വയ്ക്കുക. ചൂടാറിയതിന് ശേഷം നമുക്ക് അത് മിക്സിയിലിടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെളുത്തുള്ളിയും കറിവേപ്പിലയും വേണമെങ്കിൽ കടുക് ഇടാം. ഞാൻ അതിൽ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് അതിൽ നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി അത് ഒരു വിധത്തിലൊന്ന് നല്ലപോലെ ഒന്ന് കളർ മാറി വരട്ടെ. കളർ മാറി വന്നതിന് ശേഷം നമുക്ക് മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പൾപ്പ്, തക്കാളിയും പുളിയും കൂടി അടിച്ച് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒഴിച്ച് ചേർക്കുക. നല്ലപോലെ ഇളക്കി ചേർക്കുക. ഒന്ന് നല്ലപോലെ മിക്സി ജാറിൽ നിന്നുള്ളതൊക്കെ മാറ്റി അതിലേക്ക് ഇടുക. അതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം ഒന്ന് തള വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 4 ടീസ്പൂൺ നമ്മുടെ എരിവിനനുസരിച്ച് 4 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയായിട്ട് 4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവിനനുസരിച്ച്. കളർ കൂടുതൽ വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ 4 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇതൊരു 1.5 കിലോ തക്കാളി ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ ഒരു 4 ടീസ്പൂണിൽ കുറച്ച് കൂടുതലുണ്ടായിരിക്കും, അത്ര തന്നെ. അത് കഴിഞ്ഞ് അതിൻ്റെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നല്ലോണം മുളകിൻ്റെ എല്ലാ സത്തുക്കളും നല്ലോണം ഇളക്കി ചേർത്തതൊന്ന് അലിഞ്ഞു എന്ന് കണ്ടാൽ നമ്മൾ അടുത്ത പൊടികളിൽ ഒരു 1/2 ടീസ്പൂൺ കായം, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, അതിനുശേഷം 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ച് വെച്ചത്, വറുത്ത് പൊടിച്ചതാണത്.
കായവും ഉലുവയും എല്ലാം വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. കായത്തിൻ്റെ പൊടിയാണ്, പക്ഷേ ഉലുവ വറുത്ത് പൊടിച്ചതാണ്. എല്ലാം കൂടി ചേർത്ത് അതിലേക്ക് ഇളക്കി ഒരു കൂടുതൽ ഉപ്പ് മുന്നിലേക്ക് നിൽക്കണ വിധത്തിൽ കുറച്ചധികം ഉപ്പിട്ട് കൊടുക്കണം. കാരണം ഇത് വറ്റി കഴിയുമ്പോൾ ഉപ്പ് ഒരു വിധത്തിൽ നമ്മുടെ ഈ അച്ചാറുകളിലൊക്കെ ഉപ്പുള്ള പോലെ പിടിച്ച് വരണം. അതിലേക്ക് നല്ല പോലെ തിളച്ച് അതിൻ്റെ വെള്ളം പൊട്ടി ഇങ്ങനെ നിൽക്കും. അത് വറ്റി നല്ല പോലെ കുറുകി കഴിഞ്ഞാൽ